കുട്ടികളെ, അങ്ങനെ നമ്മൾ 8ാം അധ്യായത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അധ്യായത്തിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതിനു മുമ്പുള്ള അധ്യായങ്ങളും കൂടി കേൾക്കണേ, എങ്കിൽ കഥ കുറച്ചുകൂടി എളുപ്പമാകും. അപ്പോ അധ്യായത്തിലേക്ക്. ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ ട്രാവൽ ഏജന്റിന്റെ ഓഫീസിൽ വെച്ച് ഡോക്ടർ ജെറാൾഡ് സാറ കിങ്ങിനെ കാണുന്നു. ഗുഡ് മോർണിംഗ്, സാറ പറഞ്ഞു. ഞാൻ പെട്രയിലേക്കുള്ള യാത്രാ പരിപാടി തയ്യാറാക്കുകയാണ്. താങ്കളും പോകുന്നുണ്ടെന്നിപ്പോ കേട്ടു. ഉവ്വ്, ഒരുവിധം ഒപ്പിക്കാൻ കഴിഞ്ഞു. അത് നന്നായി. വളരെ പേരുണ്ടാവുമോ? വേറെ 2 സ്ത്രീകൾ കൂടി ഉണ്ടാവുമെന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ 2 പേരെ കൂടാതെ ഒരു കാറിൽ കൊള്ളുന്നവർ മാത്രം. അത് സന്തോഷകരമായ കാര്യം തന്നെ, ഡോക്ടർ ജെറാൾഡ് പറഞ്ഞു. അവിടെ നിന്ന് തനിക്കുള്ള കത്തുകളെല്ലാം ശേഖരിച്ച് ഡോക്ടർ സാറയോടൊപ്പം ഇറങ്ങി. നമ്മുടെ ബോയിന്റൺ കുടുംബത്തിന്റെ വർത്തമാനം വല്ലതും ഉണ്ടോ? ഡോക്ടർ ചോദിച്ചു. ഞാൻ ബത്ലഹേം, നസറേത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ പോയിരുന്നു. 3 ദിവസത്തെ പര്യടനം. അല്പം വിഷമത്തോടെ സാറ അവരുമായി ബന്ധപ്പെടാൻ നടത്തിയ വിഫല ശ്രമത്തെക്കുറിച്ച് പറഞ്ഞു. എന്തായാലും ഞാൻ തോറ്റു. അവരിന്ന് പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? എനിക്കൊരു വിവരവുമില്ല. ഞാൻ വിഡ്ഢിയായെന്ന് മാത്രം. അതെങ്ങനെ? മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിട്ടതുകൊണ്ട്? അത് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടുന്നത് ശരിയാണോ എന്ന കാര്യമാണോ? അതെ. താങ്കളുടെ അഭിപ്രായം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തലയിടുന്ന സ്വഭാവം എനിക്കുണ്ടോ എന്നാണോ? എന്നാൽ ഞാൻ തുറന്നു പറയാം, ഇല്ല. അപ്പൊ ഞാൻ ചെയ്തത് തെറ്റായിരുന്നു എന്ന് താങ്കൾ കരുതുന്നു? ഇല്ല, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുന്നു, ജെറാൾഡ് ഉത്സാഹപൂർവ്വം പെട്ടെന്ന് പറഞ്ഞു. അതൊരു വിവാദ പ്രശ്നമാണ്. ഒരു തെറ്റ് ദൃഷ്ടിയിൽപ്പെട്ടാൽ അതിന് പരിഹാരമുണ്ടാക്കാൻ ഒരാൾ ശ്രമിക്കുന്നത് ശരിയാണോ? ചിലപ്പോൾ ഒരാളുടെ ഇടപെടൽ നല്ലതായി തീരും, ചിലപ്പോൾ വലിയ അപകടം വരുത്തി വയ്ക്കാനും മതി. ഇതിനൊരു പൊതു നിയമം കണ്ടെത്താൻ പ്രയാസമാണ്. ചിലർക്ക് അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള പ്രത്യേക സാമർഥ്യമുണ്ട്. അവരത് ഭംഗിയായി നിറവേറ്റുകയും ചെയ്യും. ചിലർ ആകെ തകരാറാക്കും. അക്കൂട്ടർ അതിനൊരുമ്പെടരുത്. പിന്നെ പ്രായത്തിന്റെ പ്രശ്നവുമുണ്ട്. ചെറുപ്പക്കാർക്ക് ആശയങ്ങളുടെ പിൻബലമുണ്ട്. അവരുടെ മൂല്യബോധം പ്രായോഗികം എന്നതിനേക്കാൾ സിദ്ധാന്തപരമായിരിക്കും. അനുഭവങ്ങളുടെ കുറവ് മൂലം വസ്തുതകൾ സിദ്ധാന്തങ്ങൾക്ക് ഘടകവിരുദ്ധമായി നിൽക്കുന്നതായി അവർക്ക് തോന്നും. നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ, വിലപ്പെട്ട നിങ്ങളുടെ പ്രവൃത്തി ശരിയാണെന്ന ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ പലതും ചെയ്യാൻ കഴിയും. പലപ്പോഴും ഉപദ്രവമാണ് വരുത്തി വയ്ക്കുന്നതെന്ന കാര്യം വേറെ. നേരെ മറിച്ച് മധ്യവയസ്കനായ ഒരാൾക്ക് അനുഭവത്തിന്റെ പിൻബലമുണ്ട്. തന്റെ ഇടപെടൽ മൂലം തിന്മയും നന്മയും ഉണ്ടാകുമെന്ന് അയാൾ കാണുന്നു. പക്ഷെ ബുദ്ധിപൂർവ്വം ഒന്നും ചെയ്യാതെ മാറി നിൽക്കുന്നു. ചുരുക്കത്തിൽ ഫലം ഒന്ന് തന്നെ. ആത്മാർത്ഥതയുള്ള ചെറുപ്പക്കാരന്റെ പ്രവൃത്തിയിൽ നിന്ന് നന്മയോ തിന്മയോ ഉണ്ടാകും. മധ്യവയസ്കനിൽ നിന്ന് രണ്ടുമില്ല. എന്റെ പരിശ്രമമെല്ലാം നിഷ്ഫലമായി പോയി, സാറ പറഞ്ഞു. ഒരാൾക്ക് മറ്റൊരാളെ എല്ലായ്പ്പോഴും സഹായിക്കാൻ ഒക്കുമോ? നിങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ബോയിന്റൺ കുടുംബത്തിന്റെ കാര്യത്തിൽ അങ്ങേക്ക് ഒന്നും ചെയ്യാനില്ലെന്നാണോ? എനിക്കൊന്നും ചെയ്യാനില്ല. എനിക്ക് വിജയപ്രതീക്ഷയില്ല. എങ്കിലും എനിക്കുമില്ല. നിങ്ങളുടെ കാര്യത്തിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അതെങ്ങനെ? നിങ്ങൾക്കുള്ള യോഗ്യതകൾ മൂലം. നിങ്ങളുടെ പ്രായം, പിന്നെ നിങ്ങളൊരു സ്ത്രീയുമാണ്. സ്ത്രീയാണെന്നതോ? ഓഹോ, അത് ശരി. എല്ലാം ഒടുവിൽ സെക്സിൽ വന്ന് അവസാനിക്കുന്നു അല്ലേ? ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു. അതുകൊണ്ട് അവളുടെ സഹോദരന്റെ കാര്യത്തിൽ പരാജയപ്പെടണമെന്നില്ല. നിങ്ങൾ ഇപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം കരോൾ നിങ്ങളോട് പറഞ്ഞില്ലേ? അത് മിസസ് ബോയിന്റന്റെ സ്വേച്ഛാപ്രമത്തതയ്ക്കേറ്റ ഒരു പ്രഹരമാണ്. മൂത്ത മകൻ ലെനോക്സ് യൗവനത്തിന്റെ ചോരത്തിളപ്പിൽ അമ്മയുടെ ആജ്ഞയെ ധിക്കരിച്ച് നൃത്തം കാണാൻ പോയില്ലേ? പുരുഷന് സ്ത്രീയോടുള്ള അഭിനിവേശം അമ്മയുടെ ഭീഷണിയേക്കാൾ പ്രബലമായിരുന്നു. പക്ഷേ ആ അമ്മയ്ക്ക് സെക്സിന്റെ ശക്തി അത്ര അപാരമാണെന്നറിയാം. സ്വന്തം ജീവിതത്തിൽ കുറച്ചെല്ലാം അനുഭവിച്ചറിഞ്ഞിരിക്കുമല്ലോ. അവർ ബുദ്ധിപൂർവ്വം അതിനെ നേരിട്ടു. സുന്ദരിയും എന്നാൽ നിർധനയുമായ ഒരു പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് വിവാഹത്തിന് പ്രേരിപ്പിച്ചു. അങ്ങനെ മറ്റൊരടിമയെ കൂടി അവർ സമ്പാദിച്ചു. നാദിനടിമയല്ല, അല്ലായിരിക്കാം. അടക്കവും ഒതുക്കവുമുള്ള ആ പെൺകുട്ടിക്ക് ഇച്ഛാശക്തി കമ്മിയായിരിക്കുമെന്ന് വൃദ്ധ കരുതി. അവരുടെ കണക്ക് കൂട്ടൽ പക്ഷെ തെറ്റിപ്പോയി. കാര്യങ്ങളുടെ കിടപ്പ് ശരിയായി മനസ്സിലാക്കാനുള്ള ശേഷി അനുഭവജ്ഞാനമില്ലാത്ത തീരെ പ്രായം കുറഞ്ഞ ആ പെൺകുട്ടിക്ക് അന്നില്ലായിരുന്നു. അവൾ എല്ലാം അറിഞ്ഞു വന്നപ്പോഴേക്കും വളരെ വൈകിപ്പോയി. അവൾ പ്രതീക്ഷ കൈവെടിഞ്ഞെന്നാണോ? അല്ലല്ല. അവളുടെ മനസ്സിൽ വല്ല പദ്ധതിയും ഉണ്ടെങ്കിൽ അത് രഹസ്യമാണ്. ജെഫേഴ്സനെ സംബന്ധിച്ചാണെങ്കിൽ ചില സാധ്യതകളുണ്ട്. പ്രേമവഞ്ചന സഹിക്കാത്ത ഒരു മൃഗമാണ് മനുഷ്യൻ. അതിന്റെ പേരിൽ ലെനോക്സ് മൗനത്തിൽ നിന്ന് ഉണർന്നുകൂടുന്നില്ല. റെയ്മണ്ടിന്റെ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? വ്യക്തിപരമായിട്ട് താല്പര്യമില്ലാത്ത മട്ടിൽ, എന്നാൽ ഇത് തന്റെ തൊഴിലിനെ മാത്രം ബാധിക്കുന്ന കാര്യമെന്ന രീതിയിലായിരുന്നു സാറയുടെ ചോദ്യം. ഉണ്ട്. സാറ പെട്ടെന്ന് അദ്ദേഹത്തെ നോക്കി. ഞാൻ ശ്രമിച്ചു നോക്കേണ്ടതായിരുന്നു. ഓ, ഏതായാലും ഇപ്പൊ സമയം കഴിഞ്ഞു പോയി. മാത്രമല്ല എനിക്കതിഷ്ടവുമല്ല. ജെറാൾഡ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങളൊരു ഇംഗ്ലീഷുകാരി ആയതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്.
ഇംഗ്ലീഷുകാർക്ക് സെക്സിനെ പറ്റി സങ്കീർണമായ ഒരു ധാരണയുണ്ട്. അതത്ര നല്ലതല്ല എന്നാണ് അവരുടെ വിശ്വാസം. സാറയുടെ പ്രതിഷേധം വകവയ്ക്കാതെ അദ്ദേഹം തുടർന്നു. അതെ അതെ, നിങ്ങൾ വളരെ പുരോഗമിച്ചവരാണെന്ന് എനിക്കറിയാം. ഒന്നും നിഷിദ്ധമല്ലെന്ന് കാണിക്കാൻ നിഘണ്ടുവിലെ അസുന്ദരങ്ങളായ പദങ്ങൾ ധാരാളം പ്രയോഗിക്കുകയും ചെയ്യും. എങ്കിലും ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങളുടെ അമ്മയ്ക്കും മുത്തശ്ശിക്കും ഉണ്ടായിരുന്ന അതേ വർഗ സ്വഭാവം നിങ്ങൾക്കുമുണ്ട്. പുറമേ ലജ്ജ ഭാവിക്കുന്നില്ലെങ്കിലും ലജ്ജാവതിയായ ഇംഗ്ലീഷ് യുവതി തന്നെയാണ് നിങ്ങൾ. ഇത്തരം അർത്ഥമില്ലാത്ത വാചകങ്ങൾ ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടില്ല, സാറ പരിഭവിച്ചു. ഒരു കുസൃതി ചിരിയോടെ ഡോക്ടർ പറഞ്ഞു, നിങ്ങളിപ്പോൾ പൂർവാധികം മനോഹരിയായിരിക്കുന്നു. ഇത്തവണ സാറയ്ക്ക് ഉത്തരം മുട്ടി. നിങ്ങളുടെ മനസ്സിലെ ശകാരമെല്ലാം എന്റെ മേൽ ചൊരിയുന്നതിന് മുമ്പ് ഞാൻ പോവുകയാണ്. പെട്ടെന്ന് അദ്ദേഹം ഹോട്ടലിനുള്ളിലേക്ക് ഓടിപ്പോയി. സാറയും പിന്നാലെ ചെന്നു. അവിടെ ആകെ മൊത്തം ബഹളമായിരുന്നു. നിരവധി കാറുകൾ യാത്രയ്ക്ക് തയ്യാറായി നിന്നു. അതിലൊരു വലിയ കാറിന് സമീപം ബോയിന്റൺ കുടുംബത്തിലെ എല്ലാവരും യാത്രയ്ക്ക് തയ്യാറായി നിന്നിരുന്നു, മിസസ് ബോയിന്റൺ ഒഴിച്ച്. സാറ അവരെ കടന്ന് ഹോട്ടലിനുള്ളിലേക്ക് ചെന്നു. അവിടെ ഒരു കസേരയിൽ മിസസ് ബോയിന്റൺ യാത്രയ്ക്ക് തയ്യാറായി ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടപ്പോൾ സാറയ്ക്ക് എന്തെന്നില്ലാത്ത വെറുപ്പ് തോന്നി. തിന്മയുടെ മൂർത്തിമത് ഭാവമാണ് അവർക്ക് മുമ്പിലിരിക്കുന്ന ആ സ്ത്രീ എന്ന് അവൾക്ക് തോന്നിപ്പോയി. എന്തൊരു അധികാര മോഹത്തോടെയാണ് അവർ ജനിച്ചത്. എന്നാൽ അവർ നേടിയതോ കേവലം ഒരു കൊച്ചു കുടുംബത്തിന്റെ മേൽക്കോയ്മ മാത്രം. പെട്ടെന്നുണ്ടായ ആവേശത്തിൽ സാറ അവർക്ക് സമീപത്തേക്ക് ചെന്നു. നമസ്തേ മിസസ് ബോയിന്റൺ, യാത്ര സന്തോഷകരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസാമാന്യമായ വെറുപ്പോടെ വൃദ്ധ സാറയെ രൂക്ഷമായി നോക്കി. സാറ പറഞ്ഞു, നിങ്ങൾ എന്നോട് വളരെ ക്രൂരമായി പെരുമാറി. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ തനിക്കിതെന്തു പറ്റിയെന്ന് അവൾ അത്ഭുതപ്പെട്ടു. നിയന്ത്രണമില്ലാതെയാണ് താൻ പറയുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അവൾ തുടർന്നു, നിങ്ങളുടെ മകനും മകളും എന്നോട് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ വിലക്കി. അത് വെറും ബാലിശമായി പോയെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നിങ്ങളൊരു രാക്ഷസിയുടെ ഭാഗം അഭിനയിക്കാൻ ശ്രമിക്കുന്നു. വെറും പരിഹാസ്യമാണത്. നിങ്ങൾ ഒട്ടും അനുകമ്പ അർഹിക്കുന്നില്ല. ഞാനായിരുന്നെങ്കിൽ ഈ നാടകം എന്നേ മതിയാക്കുമായിരുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ല, എങ്കിലും എന്തെങ്കിലും ഫലം ഉണ്ടാകുന്നെങ്കിലോ എന്ന് കരുതി പറയുകയാണ്. സന്തോഷമായി ജീവിക്കാൻ ഇനിയും സമയമുണ്ട്. സ്നേഹത്തോടെയും ദയവായും പെരുമാറുന്നതാണ് നന്ന്. നിങ്ങൾ മനസ്സ് വെച്ചാൽ അതിന് കഴിയും. മിസസ് ബോയിന്റൺ ചുണ്ടുകൾ വരണ്ട് മരവിച്ചതുപോലെ ഇരുന്നു പോയി. വാ തുറന്നെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല. പറയൂ, സാറ വീണ്ടും പറഞ്ഞു. മനസ്സിൽ തോന്നുന്നത് പറയാം. എന്തായാലും എനിക്കൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞതിനെ കുറിച്ച് നല്ലതുപോലെ ആലോചിക്കുന്നത് കൊള്ളാം. ഒടുവിൽ ആ കിഴവിയിൽ നിന്ന് കുറച്ച് വാക്കുകൾ പുറത്തു വന്നു. പക്ഷേ ആ ദൃഷ്ടി സാറയെയല്ല, അവളുടെ പിന്നിലേക്കാണ് നോക്കിയിരുന്നത്. മറ്റേതോ അദൃശ്യ രൂപത്തോട് പറയുന്നത് പോലെ അവർ പറഞ്ഞു, ഓർമ്മയിരിക്കട്ടെ, ഒരു പേരോ പ്രവൃത്തിയോ മുഖമോ ഒന്നും മറക്കുന്നവളല്ല ഞാൻ. ആ വാക്കുകളുടെ അർത്ഥം സാറയ്ക്ക് മനസ്സിലായില്ലെങ്കിലും വിഷം ചീറ്റുന്ന കരുനാഗം പോലെയുള്ള അവരുടെ ഭാവം കണ്ട് അവൾ ഭയന്നു. ഒരു ചുവട് പിന്നോട്ട് മാറി. ഇത് കണ്ട് മിസസ് ബോയിന്റൺ പൊട്ടിച്ചിരിച്ചു. ഭയാനകമായിരുന്നു ആ ചിരി. പാവം കിഴവി, ഭ്രാന്ത് പിടിച്ചെന്ന് തോന്നുന്നു. ഇത് പറഞ്ഞ് സാറ മുഖം തിരിച്ചു നടന്നു. ലിഫ്റ്റിനടുത്ത് എത്തിയപ്പോൾ റെയ്മണ്ടിനെ കണ്ടു. പെട്ടെന്ന് സാറ പറഞ്ഞു, നമസ്തേ, സുഖമാണല്ലോ? എന്നെങ്കിലും ഒരിക്കൽ നമുക്ക് വീണ്ടും കാണാം. ശില പോലെ നിൽക്കുന്ന റെയ്മണ്ടിനെ നോക്കി ഊഷ്മളമായി ചിരിച്ചിട്ട് അവൾ നടന്നു കളഞ്ഞു. പിന്നാലെ വന്ന കൊമ്പൻ മീശ വെച്ച കൊച്ചു മനുഷ്യൻ ഒന്ന് മാറണേ എന്ന് പലവട്ടം പറഞ്ഞപ്പോഴാണ് അവന് പരിസരബോധമുണ്ടായത്. ക്ഷമിക്കണം, ഞാൻ എന്തോ ഓർമ്മിച്ച് നിന്നുപോയി. ഇങ്ങനെ പറഞ്ഞ് റെയ്മണ്ട് വരാന്തയിൽ ഇറങ്ങിയപ്പോൾ കരോളിനെ കണ്ടു. റേ, ജിന്നിയെ വിളിക്കുമോ? അവൾ മുറിയിലേക്ക് പോയി. നമുക്ക് പുറപ്പെടാൻ നേരമായി. ശരി, അവളോട് ഉടനെ വരാൻ പറയാം. ഹെർക്യൂൾ പോയിറോട്ട് എല്ലാം ശ്രദ്ധിക്കുന്ന മട്ടിൽ തല ഒരു വശത്തേക്ക് തിരിച്ചു. പിന്നീട് നമ്മുടെ കഥാനായകൻ എന്തോ കാര്യം മനസ്സിലായതുപോലെ അദ്ദേഹം തലയാട്ടി. അദ്ദേഹം വിശ്രമമുറിയിൽ എത്തിയപ്പോൾ കരോൾ അമ്മയുടെ കൂടെ നിൽക്കുന്നത് കണ്ടു. ഹോട്ടൽ ബോയിയെ വിളിച്ചിട്ട് പോയിറോട്ട് ചോദിച്ചു, അതാ അവിടെ ഇരിക്കുന്നില്ലേ? അവരുടെ പേരെന്താണെന്നറിയാമോ? ബോയിന്റൺ എന്നാണ് സാർ, അമേരിക്കക്കാരാണ്. നന്ദി, പോയിറോട്ട് പറഞ്ഞു. മുകളിൽ തന്റെ മുറിയിലേക്ക് പോവുകയായിരുന്ന ഡോക്ടർ ജെറാൾഡ് ലിഫ്റ്റിലേക്ക് പോയിക്കൊണ്ടിരുന്ന റെയ്മണ്ടിനെയും ജിനേറയെയും കണ്ടു. ലിഫ്റ്റിൽ കാലുകുത്തിയ നിമിഷം ജിനേറ പറഞ്ഞു, റേ, ഒരു നിമിഷം നിൽക്കൂ, ഞാനിതാ വരുന്നു. അവൾ പെട്ടെന്നോടി ഡോക്ടർ ജെറാൾഡിന്റെ മുന്നിലെത്തി. ദയവ് ചെയ്ത് കേൾക്കണേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, അവൾ അപേക്ഷയോടെ പറഞ്ഞു. ഡോക്ടർ ജെറാൾഡ് അത്ഭുതത്തോടെ ആ പെൺകുട്ടിയെ നോക്കി. അവരെന്നെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ചിലപ്പോൾ കൊല്ലാനായിരിക്കും. ഞാൻ അവരുടെ സ്വന്തമല്ലെന്നറിയാമല്ലോ. എൻ്റെ പേര് ബോയിന്റൺ എന്നല്ല. ഞാനൊരു രഹസ്യം പറയാം. ഞാൻ യഥാർത്ഥത്തിൽ ഒരു രാജകുമാരിയാണ്, കിരീടാവകാശിയായ രാജകുമാരി. എനിക്ക് ചുറ്റും ശത്രുക്കളുണ്ട്. അവരെനിക്ക് വിഷം തരാൻ ശ്രമിക്കുന്നു. വേറെ എന്തെല്ലാം ചെയ്തെന്നോ? അങ്ങേക്ക് കഴിയുമെങ്കിൽ രക്ഷപ്പെടാൻ എന്നെ ഒന്ന് സഹായിക്കണേ. പെട്ടെന്ന് അവൾ ജിന്നി എന്ന് വിളി കേട്ടു. ഞെട്ടൽ അഭിനയിച്ച ആ സുന്ദരിക്കുട്ടി ചുണ്ടിൽ വിരൽ ചേർത്ത് അപേക്ഷാഭാവത്തിൽ ജെറാൾഡിനെ നോക്കി. ഞാനിതാ വരുന്നു റേ. തിരിഞ്ഞു നോക്കി അവൾ പെട്ടെന്ന് ഓടിപ്പോയി. ഡോക്ടർ ജെറാൾഡ് നെറ്റിച്ചുളിച്ചു. പിന്നീട് എന്തോ ചിന്തയിൽ മുഴുകി.
കുട്ടികളെ, അടുത്ത അധ്യായത്തിൽ കാണാമേ. അതുവരേക്കും ടാറ്റ.